നമുക്കിന്ന് ഒരു ഫ്രാഗ്രൻസ് ലോകത്തിലെ തന്നെ ഒരു അഗ്രഗണ്യനായിട്ടുള്ള ഒരു ഊദ് റോസ് ഫ്രാഗ്രൻസ് പരിചയപ്പെടാം. ഈ ഫ്രാഗ്രൻസ് ലോകമെമ്പാടും ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പേരുടെ ഫേവറേറ്റാണിത്. പ്രൈസ് അല്പം കൂടുതലാണ്, പക്ഷേ ഒരുപാട് പേരുടെ ഫേവറേറ്റാണ്. ഒരുപാട് ഫിലിം സ്റ്റാർസൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം അവരെയൊന്നും ഇതിനകത്തോട്ടൊന്നും വലിച്ചടയ്ക്കുന്നത് ശരിയല്ല. അപ്പം നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇത് റോജ അംബർ ഊദ് എന്നാണ് ഈ പെർഫ്യൂമിൻ്റെ പേര്. റോജ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, റോജ ഡോവ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമറുടെ കമ്പനിയാണ് കേട്ടോ. ഇത് ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്, ഭയങ്കര ഫേമസാണ്. നമ്മുടെ LICയും ഒക്കെ ഇവരെ ഇറക്കുന്നത്. ഇത് കേട്ടോ, ഇതിവിടെ സിഗ്നേച്ചറുണ്ട്. ഇവിടെ ഇങ്ങനെ അംബർ ഊദ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ താഴെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. ഇൻറ്റേർണലി ഇത് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഒരു ലോക്ക് ചെയ്ത് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ താഴോട്ട് പോകും. ഇങ്ങനെ ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഇരിക്കുന്നത്. നമ്മൾ ഈ പെർഫ്യൂം ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഇതുണ്ടോ, ഇതിനകത്ത് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ആ വാണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, സ്പെഷ്യൽ കെയർ മസ്റ്റ് ബി ടേക്കൺ വെൻ സ്പ്രേയിങ് ഓൺ ലൈറ്റ് ഓർ ഡെലിക്കേറ്റ് ഫാബ്രിക്സ് ആ സ്റ്റെയിനിങ് കുഡ് ഒക്കർ. അതായത് നിങ്ങൾക്ക് ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൂടുതലായ കാരണം കറ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ വെള്ള ക്ലോത്തുകളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ബോട്ടിലിലേക്ക് വരാം. ബോട്ടിൽ ഇങ്ങനെ ഇവിടെ ഗോൾഡൻ കളറിൽ ബ്ലാക്കിൽ അംബർ ഊദ് പെർഫ്യൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല. ഈ പഴയ എൻ്റെ പ്രീവിയസ് ബോട്ടിൽ ഇവിടെ ഇങ്ങനെ 2-3 വരയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ROJ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അവർ എഴുതുന്നില്ലെന്ന് തോന്നുന്നു. ഇതുണ്ടോ, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ മേളിലിങ്ങനെ ഈ ക്യാപ്പയിൽ ഇങ്ങനെ കുറേ രത്നങ്ങളും വൈരങ്ങളും വജ്രങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും പൈസയ്ക്ക് പുള്ളിക്ക് ഇതൊക്കെ ഒറിജിനൽ വൈരങ്ങളൊക്കെ പതിച്ച് തരാവുന്നതാണ്. പിന്നെ എന്താണോ അറിയത്തില്ല. അപ്പം ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇതുണ്ടതേ, നമുക്ക് ഒരു സ്പ്രേ കൊടുക്കാം. അറ്റോമൈസർ അടിപൊളി കണ്ടോ, നല്ല പ്രഷറൈസ്ഡ് അറ്റോമൈസറാണ്. എന്തൊരു നല്ല മണമെന്നറിയാം ഇത്. നമ്മളിങ്ങനെ മണത്തിരുന്ന് പോവും. നല്ല ലൈറ്റ് റോസാണ്, നല്ല ലൈറ്റ് റോസ് ഇങ്ങനെ ഒഴുകി നടക്കുവാണ്. ലൈറ്റ് റോസ്. ഇത് ഓപ്പണിങ് ഇതിനകത്ത് നോട്ട്സ് പറഞ്ഞുതരാം. നോട്ട്സ് ഇതിനകത്ത് ഓപ്പണിങ് പറയുന്നത് ബെർഗമോട്ട് ലൈം ലെമണാണ്. ലൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹാർഷ് സിട്രസ്. ആ ഹാർഷ്നെസ് ഒന്നും ഇല്ല. റോസിനെ ബാലൻസ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഹാർഷ്നെസ്സൊക്കെ എപ്പോഴേ പോയി. പിന്നെ അങ്ങനെ ലൈം ലെമണായിട്ട് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മേളിലോട്ട് പൊങ്ങി വരുന്നത് റോസ് തന്നെ. നിങ്ങളങ്ങനെ ലൈമെന്ന് ചിന്തിച്ച് മണത്താൽ നിങ്ങൾക്ക് കിട്ടുമത്. അല്ലെങ്കിൽ അത് റോസായിട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ, കാരണം അത് റോസിനെ കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മിഡിൽ നോട്ടിൽ റോസ് ഉണ്ട്, ഫിഗ്, ഇലാങ്, ജാസ്മിൻ. ഈ ഇലാങ്ങും ജാസ്മിനും ഈ റോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ കൂടെ ഈ റോസിൻ്റെ കൂടെ അതും കൂടെ സ്മെല്ല് ചെയ്യുമ്പം കുറച്ചുകൂടെ എന്തോ ഒരു ഡിവൈൻ ക്വാളിറ്റി ഉള്ളൊരു റോസായിട്ട് നമുക്ക് തോന്നും. അതിനകത്ത് അത്തിപ്പഴമുണ്ട്. ഈ അത്തിപ്പഴം ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം, അംബർഗിരി എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിനകത്തുണ്ട്. തിമിംഗില ഛർദി എന്നൊക്കെ പറയത്തില്ലേ, പെർഫ്യൂമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വില കൂടിയ സാധനം ഈ തിമിംഗില ഛർദി. ആരാണ്ട് നടക്കാനിറങ്ങി ബീച്ചിൽ 1 കിലോ തിമിംഗില ഛർദി കിട്ടി, ഇന്ന് കോടീശ്വരനായി ജീവിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതുപോലത്തെ സാധനമാണ് തിമിംഗില ഛർദി. അപ്പം അതിൻ്റെ ഒറിജിനൽ ഇതിനകത്തുണ്ട്, അതുണ്ട്. പിന്നെ സിവറ്റ് ഉണ്ട്. സിവറ്റ് വെരികിൻ പുഴു. പഴയ കാലത്ത് ഇന്ത്യയിലെ രാജാക്കന്മാരൊക്കെ വെരികിൻ പുഴു, നമ്മുടെ ഈ മഹാഭാരതത്തിനകത്തൊക്കെ കാണാം. ഈ ദുര്യോധനൊക്കെ വെരികിൻ പുഴു അടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ പറയുന്നുണ്ട്. മഹാഭാരതമൊക്കെ പണ്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ചിത്രകഥയായിട്ടൊക്കെ ഇറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ അന്ന് മുതലേ ഫേമസ് ഈ വെരികിൻ പുഴു, അംബർഗിരി, സാഫ്രോൺ സിന്നമണും അഗെയിൻ ബാലൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സാൻഡൽവുഡ്, ചന്ദനമുണ്ട് കേട്ടോ, നമുക്ക് മണക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ. ഓറിസ് റൂട്ട്, ബിർച്ച്, മസ്ക്, ഓക്മോസ്, പച്ചൂലി. ഇവരുടെ മസ്കിനെ പറ്റി പറയണം, ഭയങ്കര ഹൈ ക്വാളിറ്റി മസ്കാണ്. ഈ ഹൈ ക്വാളിറ്റി മസ്കും വാനിലിനും കൂടെ കൂട്ടിയായിരുന്നു സ്മൂത്തൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര എക്സ്ട്രാ സ്മൂത്തായി ഫ്രാഗ്രൻസ്, നല്ല സ്മൂത്തായിട്ടിങ്ങനെ നമുക്കൊരിക്കലും ഒരു ഒഫെൻസീവായിട്ട് തോന്നത്തില്ല ഇത്. പിന്നെ പച്ചൂലിയുണ്ട്, പച്ചൂളി നമുക്ക് കിട്ടും. ഓക്മോസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ ഡ്രൈ ഡൗൺ വരുന്നത്. ഈ ഡ്രൈ ഡൗണിലും ഈ റോസ് നല്ലൊരു പ്ലെയറാണ്. ഇതിനകത്ത് ഊതുണ്ട്, പക്ഷേ ഊത് മെയിൻ പ്ലെയർ അല്ല. പക്ഷേങ്കിൽ നമുക്ക് ഊതിൻ്റെ പ്രസൻസ് ഇങ്ങനെ അറിയാൻ പറ്റും, അവിടെ ഉണ്ട്. ഊതായിട്ട് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഊത് ലവേഴ്സ് പോയി ഇതിന് ഊതെന്ന് പറഞ്ഞ് വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ഊത് മറക്കൂച്ച പോലെയോ
ഗിസ ഇമ്പീരിയൽ വാലി പോലെയോ ഓംബ്രെ നോമാഡ് പോലെയോ ഒന്നും ഇതിനകത്ത് ഊത് സ്മെല്ല് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഇതിനകത്ത് മെയിൻ പ്ലേ അംബർ വിത്ത് റോസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ആ രീതിയിലുള്ള ഫ്രാഗ്രൻസ്. റോസ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് എ ജാമി റോസാണ്. ഇവിടെ നമ്മുടെ മെയ്സൺ ഫ്രാൻസിസ് കുർക്കിഡിച്ചാൻ്റെ ഊത് സാറ്റിൻ മൂഡിനകത്ത് റോസ് എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുന്ന ചില രാത്രികളുണ്ടാവും, വളരെ ചെറിയൊരു ചാറ്റൽ മഴ, ഒരു സ്പ്രിംഗ്ലിങ്. അപ്പോൾ നമുക്ക് ആ റോസൊക്കെ വിരിയുന്ന ആ സീസണിൽ അങ്ങനത്തെ മഴ ഉണ്ടാവാറുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിരാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ആ ഒരു ഫ്രഷ് റോസിന് ഇങ്ങനെ മഴത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്ന ആ റോസ് ഒന്ന് മണത്ത് നോക്കണം. അതിനകത്ത് സ്വല്പം ഊതും കൂടെ ആഡ് ചെയ്യുന്ന ഊത് സാറ്റിൻ മൂഡിൻ്റെ മണം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റോസല്ല, ഇത് ജാമി റോസാണ്. അതായത് റോസായിട്ട് തന്നെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് ഇതിനെ സ്മൂത്തൻ ചെയ്തിരിക്കുക. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി സ്മെല്ല് ചെയ്യുന്നത്, ഭയങ്കര ക്യാപ്റ്റിവേറ്റിങ്. പക്ഷേങ്കിൽ നിങ്ങളിത് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സ്മെല്ല് ചെയ്ത് ഇങ്ങനത്തെ റോസ് സ്മെല്ല് ചെയ്ത് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ആ സമയം വരുമ്പോൾ നിങ്ങൾക്ക്, എന്നെ ഇപ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുപോയത്, ഞാൻ പണ്ട് തമിഴ്നാട്ടിലൊരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്, ITC ഗ്രാൻഡ് ചോള എന്ന് പറഞ്ഞ്. ഈ ഗ്രാൻഡ് ചോളയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ നേരം അവരെനിക്കൊരു പാക്കറ്റ് ഇത് തന്നു, മൗത്ത് ഫ്രഷ്നർ തന്നു. ഞാൻ വിചാരിച്ചത് പാൻ മസാലയാണ്. നോർത്ത് ഇന്ത്യക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാൻ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് പാൻ മസാലയല്ല, മൗത്ത് ഫ്രഷ്നറാണ്, നിങ്ങൾ കഴിച്ചു. സുപ്പാരി പോലത്തെ എന്തോ ഒരു ഹൈ ക്വാളിറ്റി സുപ്പാരിയാണ്. അപ്പോൾ ഞാനത് കഴിച്ച് കഴിഞ്ഞപ്പം നല്ലൊരു റോസ് ഫ്ലേവറാണ് അതിന്. അതുകൊണ്ട് നമുക്കത് ചവച്ചങ്ങ് ഇറക്കാൻ തോന്നി. അങ്ങനത്തെ എനിക്കതൊരു ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ഹൈ ക്വാളിറ്റി ഈ ആ ഒരു അങ്ങനത്തെയൊക്കെ ഒന്ന് രണ്ട് എവിടെയെങ്കിലും നിന്നൊക്കെ നിങ്ങളിതിനെ ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ അതിൻ്റെ ഞാൻ ഈ ടോപ്പ് നോട്ടിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു. ഫ്രാഗ്രൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എനിക്കിതിൻ്റെ സ്മെല്ല് പറഞ്ഞു തരാൻ തന്നെ പറ്റുന്നില്ല, കാരണം ഇത് ഭയങ്കര യൂണീക്കാണ്. പിന്നെ ഇതിൻ്റെ ക്ലോണെന്ന് പറഞ്ഞാൽ ഡിവിൻ ഊതോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ LIC ഇറക്കിയ ആൾക്കാർ, ഫ്രാഗ്രൻസ് വേൾഡിൽ തന്നെയാണ് തോന്നുന്നത്, ഡിവിൻ ഊതോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിലില്ല, ഞാൻ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാം. അത് ഞാൻ ഡീക്കൻ്റെ സ്മെല്ല് ചെയ്തായിരുന്നു. ഒരു 70% സിമിലർ എന്നേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാതിരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ, ലോഞ്ചിവിറ്റി, കോംപ്ലിമെൻറ്റ് മാഗ്നറ്റാണ്. ഞാൻ നമ്മുടെ കേരളത്തിലുള്ള ചൂടിന് ഇവൻ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കയറും. ഞാൻ ഇവിടെ രണ്ട് പിന്നെ 2 തോളത്തും ഈ 2 എണ്ണം വീതം ഇത്രയും സാധനം അടിച്ചിട്ടാണ് പോയത് കല്യാണത്തിന്. ഒരു 10 പേരെങ്കിലും എന്നോട് മിനിമം ചോദിച്ചത് എന്തുവാന്ന്. നെക്സ്റ്റ് ഡേ വരെ ക്ലോത്തിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എയറിൽ മണക്കുന്ന എഗെയിൻ ലൈറ്റ് ഭയങ്കര ഞാനിപ്പോൾ ഈ ക്ലോസ് ആയിട്ട് മണക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ റോസ് ഉണ്ടല്ലോ, ഇത് എയറി മണത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ലൈറ്റാവും. പിന്നെ ലൈറ്റായിട്ട് ഇതൊരു ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് സെൻ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു തരം ഒരു ക്യാപ്റ്റിവേറ്റിംഗ് നേച്ചർ ഇതിനുണ്ട്. നമുക്ക് അടിച്ചിരിക്കുന്ന ആൾ ഏതാണ്ട് ഒരു റിച്ച് ആണെന്നോ അല്ലെങ്കിൽ അയാളൊരു എലിഗൻറ്റ് പേഴ്സൺ ആണെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ നമുക്ക് തോന്നും നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ. വേറൊരു മനുഷ്യരുടെ മേളിൽ നിങ്ങൾക്കിപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ചേട്ടനോ അനിയനോ ഒക്കെ അടിക്കാൻ കൊടുത്തിട്ട്, ഇത് കംപ്ലീറ്റ്ലി യൂണിസെക്സ് ആയി ഫ്രാഗ്രൻസ് കേട്ടോ. ഗേൾസിന് ഈസി ആയിട്ട് വിയർ ചെയ്യാൻ പറ്റും, നല്ല കോംപ്ലിമെൻറ്റ്സും കിട്ടും. അപ്പം ടോട്ടലി യൂണിസെക്സാണ്, മെയിൽ കമ്പോണൻ്റ് ഒന്നും ഇതിനകത്തില്ല. ഊതുണ്ടെങ്കിൽ പോലും ഊതൊന്നും എടുക്കാനില്ല. ഫ്രൂട്ടി ഫ്ലവറി പെർഫ്യൂം എന്നേ ഞാൻ പറയുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ നല്ല ലോഞ്ചിവിറ്റി ഉണ്ട്, നല്ല പ്രൊജക്ഷൻ ഉണ്ട്, നല്ല കോംപ്ലിമെൻറ്റ് മാഗ്നറ്റാണ്. പിന്നെ വിൻ്റർ കൺട്രീസിലുള്ളവർ നോക്കുക, ഇത് വിൻ്ററിൽ കൂടെ കട്ട് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യത്തില്ല. വിൻ്റർ ഉള്ളപ്പോൾ ഇവൻ പതുങ്ങിയിരിക്കുക ചെയ്യാറ്. ഫ്രാൻസിസ് കുർക്കിഡിച്ചാൻ്റെ ഊത് സാറ്റിൻ മൂഡ് വിൻ്ററിൽ ഇച്ചിലൂടെ പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ ഇവൻ തീരെ അങ്ങോട്ട് വിൻ്റർ നല്ല തണുപ്പുള്ള സമയത്ത് നിങ്ങളോട് ക്ലോസ് പ്രൊജക്ഷനായിട്ട് അത് നിൽക്കാറ്. അപ്പോൾ അങ്ങനെ വിൻ്ററിൽ കൂടെ കട്ട് ചെയ്തൊന്നും കയറത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് പോയിൻ്റാണ്. 100 ml 61,000 ആവും. ഇന്നത്തെ ടാറ്റ ക്ലിക്കിലെ വിലയാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ നോക്കിയായിരുന്നു ടാറ്റ ക്ലിക്ക്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇത് നിങ്ങളെപ്പോഴെങ്കിലും എയർപോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. ആരും ബ്ലൈൻഡ് പേ ചെയ്യരുതേ പ്ലീസ്. കാരണം 2 കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ആരും ബ്ലൈൻഡ് പേ ചെയ്തേക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും വിലയുള്ളതല്ലേ. നിങ്ങൾക്ക് പൈസ ചുമ്മാ കളയാനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ എക്സ്പെരിമെൻറ്റ് വേണമെങ്കിലും കാണിച്ചു. ഇല്ല ഫ്രാഗ്രൻസ് കളക്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചു. പക്ഷേങ്കിൽ ബ്ലൈൻഡ് പേ ചെയ്ത് ദയവേത് പൈസ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ എങ്ങാനും വന്നാലോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. ഫ്രാഗ്രൻസ് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. പ്രൈമറി കൺസേൺ എപ്പോഴും നമ്മളായിരിക്കണം, ബാക്കി നാട്ടുകാരെ അത് കഴിഞ്ഞ് കൺസിഡർ ചെയ്താൽ മതി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഓതൻറ്റിക് സോഴ്സിൽ നിന്ന് മാത്രം വാങ്ങിക്കുക കേട്ടോ. കാരണം ഇതൊക്കെ ഇത്രയും വിലയുള്ള സാധനമല്ലേ. ഇവർക്ക് ഈ ഡൂപ്പ് ഉണ്ടാക്കുന്നവന്മാർക്ക്
ഇതുപോലത്തെ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ മറ്റേ ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ആ ഡിവിനൂതോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലൊരു ബോട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്താ കുഴപ്പമില്ല, എന്താ പാടിരിക്കുന്നു ഈ ബോട്ടിലൊക്കെ? എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അപ്പം അതിനകത്തോട്ട് നിറച്ച് ഈ കളർ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. ടാറ്റ ക്ലിക്കൊന്നും കളിപ്പിക്കുന്ന ആൾക്കാരല്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെല്ലറിൻ്റെ അടുത്ത് ഒരു 10,000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കരുത്. ഇത്രയും വലിയ ഫ്രാഗ്രൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 10,000 രൂപയും കൂടെ കൂടിയാലും ഓതൻറ്റിസിറ്റി ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കാവുള്ളൂ. അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇനി റോജാടെ കുറേ ഇരിപ്പുണ്ട്, ഐസോള ബ്ലൂ ഉണ്ട്, LIC ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഓഷ്യൻ അങ്ങനത്തെ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര വലിയ ഇതൊന്നും പോരാ. ഒന്നാമത് ഈ ഹൗസിൻ്റെ എല്ലാ പെർഫ്യൂമും മര്യാദയ്ക്ക് പെർഫോം ചെയ്യാറില്ല. ഇത് ഇൻസൈൻ പ്രൈസസ് ആണ്. വാല്യൂ ഫോർ മണി ഉള്ള ഒരേ ഒരു സാധനം, ഇത്രയും പ്രൈസ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് ഞാൻ വിചാരിക്കുന്ന സാധനം ഇതാണ്. പിന്നെ LIC. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.